ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ +2 ക്രിസ്മസ് എക്സാം ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നമ്മൾ തകർത്ത് എഴുതിയില്ലേ? നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാമും ആനുവൽ എക്സാമും ഒരു തെറ്റും കൂടാതെ മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിൽ A+ ലെവലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് മൊത്തം നിങ്ങൾ 8 ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് 8 മാർക്കാണ് ഈ ഒരു എൻറ്റയർ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് മൊത്തം 10 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്തത് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആയിരുന്നു ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് ആര്? ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാൻ ഏത് ലെവലിലായിരിക്കും ഇൻവോൾവ് ആവുക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലായിരിക്കും ചെയർമാൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമായിരുന്നു. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ ബിലോ. നമുക്ക് L എന്ന് തന്നിട്ട് ലിബറലൈസേഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ P എന്താണ്? P വരുന്നത് പ്രൈവറ്റൈസേഷൻ ആണ്. G വരുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റൈസേഷൻ എന്നും ഗ്ലോബലൈസേഷൻ എന്നും എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതിനുള്ള 1 മാർക്കായി. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ് പ്ലാൻ. സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അത് റൂളാണല്ലേ, അതൊരു നിയമമാണല്ലേ. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അത് എഴുതിയാൽ നിങ്ങൾക്ക് അതിനുള്ള 1 മാർക്കും കിട്ടും. ഇനി നാലാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ്. ശരിയായ ആളെ ശരിയായ ജോലിയിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് ആണ് അവിടുത്തെ ശരിയായ ഉത്തരം. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ. നമ്മൾ പല തവണകളായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ് അല്ലേ? കാരണം എന്താണ്? ഒരുപാട് പേര് അവിടെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, എന്നാൽ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് എന്താണ്? പോസിറ്റീവ് പ്രോസസ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള 1 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അതർവൈസ് കോൾഡ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ അത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ച സമയത്ത് അതിൻ്റെ പ്രോസസ്സ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അതിനെ വിളിക്കുന്ന പേരാണ് മെസ്സേജ്. മെസ്സേജ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ ഫീച്ചർ എന്താണ്? കൺട്രോളിങ് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ റിവ്യൂ ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ നന്നായിട്ട് നടന്നത് എന്ന് ഒരു റിവ്യൂ ആണ് അവിടെ നടക്കുന്നത്. സോ കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പാസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു റിവ്യൂ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് നമുക്ക് എക്സാമ്പിളായിട്ട് എന്ത് എഴുതാം? ഇൻവെൻട്രി സ്റ്റോക്ക് എഴുതാം, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം, റിസീവബിൾസ് എഴുതാം. ഇതെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി കേട്ടോ. സ്റ്റോക്കോ ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ്. ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ 8 ചോദ്യങ്ങളായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സാം? +2 നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യത്തെ ഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ഈസി ആയിട്ട് എഴുതാൻ പറ്റിയോ? നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടില്ലേ? എല്ലാം ഓക്കെ അല്ലേ?
അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ നിങ്ങളുടെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലേ, ഒത്തിരി സന്തോഷം കണ്ടപ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളത് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മൊത്തം 11 മുതൽ 16 വരെയായിരുന്നു ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. റെഡി അല്ലേ? ഇവിടെ മൊത്തം നമുക്ക് 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 6 ചോദ്യത്തിൽ 1 നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഓരോ ചോദ്യങ്ങൾ നോക്കിയാലോ. റൈറ്റ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിസ്റ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു ആർട്ട് ഫോമായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടായിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയ തന്നെയാണ് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയായിരുന്നു നിങ്ങൾ അവിടെ എഴുതേണ്ടിയിരുന്നത്. ഒന്ന്, മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ കാര്യമാണ് ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ആ ഒരു പോയിൻ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഈ 2 പോയിന്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള മാർക്ക് കിട്ടും. ഇനി അതല്ല, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നും കൂടിയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് 2 പോയിന്റ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ 3 പോയിന്റിൽ ഏതാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ 2 പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പം മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്ന സമയത്ത് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്, അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഈ പോയിന്റുകളാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ 2 മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണം. റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്കിൻ്റെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിസ്ക്രൈബ് ദ ടേം ഗ്യാങ് പ്ലാങ്ക്. ഗ്യാങ് പ്ലാങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിന്. അപ്പോൾ നമുക്കറിയാം ഈ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഹെൻറി ഫയോളിൻ്റെ 9ാമത്തെ പ്രിൻസിപ്പിളായ സ്കാലാർ ചെയിൻ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എന്താണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാങ് പ്ലാങ്ക് ആക്ച്വലി ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ്. ദ ചെയിൻ ഓഫ് കമാൻഡ് വെയർ എമർജൻസി ഡിസിഷൻസ് ടു ബി ടേക്കൺ ഈസ് നോൺ ആസ് ഗ്യാങ് പ്ലാങ്ക്. നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് പക്ഷേ നടക്കുന്നത് എവിടെയാണ്? സെയിം ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണിത് നടക്കുക, സെയിം ലെവൽ ഓഫ് പൊസിഷനിലാണിത് സംഭവിക്കുക. ക്ലിയർ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഗ്യാങ് പ്ലാങ്ക് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക് കിട്ടും കേട്ടോ. ഇത് സ്കാലാർ ചെയിൻ്റെ പാർട്ടാണ്, ഇതൊരു ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ്. ചെയിൻ ഓഫ് കമാൻഡ് നമ്മൾ കുറച്ച് സമയത്തേക്ക് ബ്രേക്ക് ചെയ്യാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു ചോദ്യം ഗ്യാങ് പ്ലാങ്ക് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള 2 മാർക്ക് കിട്ടും. ഇനി 3ാമത്തെ ചോദ്യമാണ് പ്ലാനിങ് പ്രിമൈസസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാനിങ് പ്രിമൈസസ് എന്താണെന്ന്. അപ്പോൾ പ്ലാനിങ് പ്രിമൈസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നൊരു കാര്യമാണ്. എന്താണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ അസംഷൻസ്, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസംഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ് ഈസ് ഡൺ ഫോർ ദ ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസർട്ടൈൻ. സർട്ടൈൻ അസംഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദ ഫ്യൂച്ചർ എൻവയോൺമെൻറ്റ്. അതായത് ഫ്യൂച്ചർ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ചില അസംഷൻസിന്, ചില ധാരണകളെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്, പ്ലാനിങ് പ്രിമൈസസ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. 5ാമത്തെ ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ്? ദ മീൻസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് പാർട്സ് ഓഫ് ദ എൻ്റർപ്രൈസ്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്.
വേരിയസ് പൊസിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ജോബ് വേക്കൻസികൾ, പൊസിഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പൊസിഷൻസൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവരുടെ ആക്ടിവിറ്റീസ് തമ്മിലുള്ള കണക്ഷനും റിലേഷൻഷിപ്പും ഒക്കെയാണ് എന്തുദ്ദേശിക്കുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഇതേ മീനിങ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനുള്ള മാർക്ക് കിട്ടും കേട്ടോ. ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ എസെൻഷ്യലാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷനിൽ ബെറ്റർ കൺട്രോൾ കൊണ്ടുവരാനും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഓപ്പറേഷൻസൊക്കെ നന്നായിട്ട് പോകാനൊക്കെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൂടിയേ തീരുള്ളൂ. റെഡിയല്ലേ? അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നല്ല രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 2 മാർക്കും വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 2 ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ ഇൻ ഓർഗനൈസേഷൻ. അതായത് ചാപ്റ്റർ ഏതാ മക്കളെ വരുന്നത്? സൂപ്പർവിഷൻ വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ഡയറക്റ്റിംഗ്. അപ്പോൾ ഡയറക്റ്റിങ്ങിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്ത്, ഈ ഒരു സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മെയിൻറ്റെയിൻ ഡേ ടു ഡേ കോണ്ടാക്ട്. ഡേ ടു ഡേ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സൂപ്പർവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഇത് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസ് ചെയ്യുന്ന ജോലിയൊക്കെ കറക്റ്റായിട്ടാണോ, അവർ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഓവർസീൻ ചെയ്യാണ്. അപ്പോൾ മെയിൻറ്റെയിൻ ഡേ ടു ഡേ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് വേണം? സൂപ്പർവിഷൻ വേണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കാനും സൂപ്പർവിഷൻ വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മാർക്ക് കിട്ടും. ആൻഡ് ഫൈനലായിട്ട് ഈ സെക്ഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യനാണ് നെയിം എനി 2 സെലക്ഷൻ ടെസ്റ്റ്. അതായത് ചാപ്റ്റർ വരുന്നത് 6 ആണ്, സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൽ സെലക്ഷൻ പാർട്ടിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റുകളുണ്ട്? ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ട്രേഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 ടെസ്റ്റിൻ്റെ പേര് എഴുതിയാൽ മാത്രം മതി. എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമുക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് മുഴുവനൊന്നും എഴുതണ്ട കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മൊത്തം 5 ക്വസ്റ്റ്യൻ ആയിരുന്നു എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുള്ളത് അത് എഴുതാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറേ പ്രാവശ്യം കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 2ഉം ചെയ്തു. ഇനി നമുക്ക് 3 മാർക്കിൻ്റെ വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. A+ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നേടാം. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് മൊത്തം 15 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുക. 5 ചോദ്യങ്ങളാണ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ മൊത്തം നമുക്ക് 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1ാമത്തെ 3 മാർക്കിൻ്റെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഏതാണ് മക്കളെ ചാപ്റ്റർ? 2ാമത്തെ ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ്? ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം 1 superior ഓൺലി. ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒരു സമയത്ത് സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള കൺഫ്യൂഷൻസിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ പേരാണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ്. കമാൻഡ് കൊടുക്കുന്നതിൽ എന്ത് വേണം? യൂണിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. റെഡിയല്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ടേം ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഓർഗനൈസിങ്ങിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അസൈനിങ് വർക്ക്സ് ടു അതേഴ്സ് ആൻഡ് ഗിവിങ് ദം അതോറിറ്റി ടു ഡു. മറ്റുള്ളവർക്ക്, നമ്മുടെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സിനൊക്കെ ജോലി ചെയ്യാനുള്ള എന്ത് കൊടുക്കുക? വർക്ക് കൊടുക്കുക. എന്നിട്ട് അത് ചെയ്യാൻ അവർക്ക് എന്തും കൂടി കൊടുക്കുക? അതിനുള്ള അതോറിറ്റിയും കൂടി കൊടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്?
ഡെലിഗേഷൻ. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റിയാണ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. അതായത് സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് ഡൗൺവേർഡായിട്ട് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ്റെ മീനിങ് ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് തീർച്ചയായും കിട്ടും. ഡെലിഗേഷനാണ് ആക്ച്വലി ഫ്യൂച്ചർ മാനേജേഴ്സിനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി മാനേജേഴ്സിന് അവരുടെ വർക്ക് ലോഡൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനെയാണ് ഡെലിഗേഷൻ്റെ മീനിങ് എഴുതേണ്ടത്. അപ്പോൾ ഡെലിഗേഷൻ്റെ മീനിങ് ഈ ഒരു അർത്ഥമൊക്കെ വരുന്ന രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ചാപ്റ്റർ വരുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. ബുദ്ധിമുട്ടുള്ളവരൊന്ന് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഏതാണ് ചാപ്റ്റർ മക്കളെ? 6ാമത്തെ ചാപ്റ്ററാണ്, സ്റ്റാഫിംഗ് ആണ്. അതിൽ നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് എന്ത്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ആക്ച്വൽ വർക്ക് പ്ലേസ് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. കൃത്രിമമായിട്ട് ക്ലാസ് റൂമിൽ ആക്ച്വൽ വർക്ക് പ്ലേസ് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എംപ്ലോയീസ് ആ ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും തന്നെയായിരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഓഫീസ് സിറ്റുവേഷന് അല്ലെങ്കിൽ വർക്ക് സിറ്റുവേഷൻ ആർട്ടിഫിഷ്യലായിട്ട് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജോലി പഠിച്ചെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. ഇതെന്ത് മെത്തേഡാണ്? ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ഈ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 3 മാർക്ക് തീർച്ചയായും കിട്ടും. റെഡിയല്ലേ? ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ വേറെ തന്നെ ഒരു വേർഷനാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എന്താ ഡിഫറൻസ് എന്ന്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്, ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. എന്നാൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചെടുക്കും. ക്ലാസ് റൂമിലൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ തന്നെയായിരിക്കും. നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് നടത്തുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് വർക്ക് പ്ലേസിൽ നിന്ന് പുറത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ. 2, ഇൻസ്ട്രക്ടർ. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ സുപ്പീരിയേഴ്സ് ആയിരിക്കും. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ആ മേഖലയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒരു 3 പോയിൻ്റൊക്കെ ഡിഫറൻസ് എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കറക്റ്റായിട്ടുള്ള 3 മാർക്കും കിട്ടും. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ടേം കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഇതിനെ തന്നെ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. ഓക്കെ. സോ ഈ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജേഴ്സ് അറ്റൻഷൻ വിൽ ബി ഫോക്കസ്ഡ് ഓൺ ഓൺലി ദോസ് ഏരിയാസ് നീഡ് ഓഫ് ആക്ഷൻ വേണ്ട സ്ഥലങ്ങളിലാണ് മാനേജേഴ്സ് കൂടുതലായിട്ടും അവരുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇഫ് ദ പേഴ്സണൽ ആർ പെർഫോമിങ് ആസ് എക്സ്പെക്റ്റഡ്, ദ മാനേജർ വിൽ ടേക്ക് നോ ആക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം, അത് ബാക്കിയുള്ളവർ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ കൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക. അപ്പം മാനേജ്മെൻറ്റ് എവിടെ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ മാനേജേഴ്സ് ശ്രദ്ധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, അല്ലെങ്കിൽ എന്ന് വിളിക്കാറുണ്ട് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ. എന്താണ്, മാനേജേഴ്സ് ഇൻ്റർവീൻ ഓൺലി വെൻ ദെയർ എംപ്ലോയീസ് ഫെയിൽസ് ടു മീറ്റ് ദെയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ വെൻ തിങ്സ് ഗോ റോങ്. അതായത് എംപ്ലോയീസിന് എന്ത് കൊടുത്തിട്ടുണ്ട്, ചില വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, അവരത് കൃത്യമായി ചെയ്യണം. അഥവാ അവരത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ മാത്രമേ മാനേജേഴ്സ് ആ ജോലി ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ജോലിയും കൂടി മാനേജേഴ്സ് ചെയ്യരുത്. അവർ സ്ഥാപനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ കൊടുക്കാൻ പാടുള്ളൂ. മാനേജേഴ്സിൻ്റെ സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അവർ എന്ത് പോകരുത്, ഫോക്കസ് കൊടുത്ത് അവരുടെ സമയത്തിൻ്റെ വാല്യൂ കളയരുത്. അവർ കൂടുതലും സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, പോളിസി ഫോർമുലേഷനും അതിൻ്റെ എക്സിക്യൂഷനൊക്കെ ആയിരിക്കണം അവർ ചെയ്യേണ്ടത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഈ സെഷനിൽ 3 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ?
വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് മക്കളെ വർക്കിംഗ് ക്യാപിറ്റൽ? Working capital refers to that part of firm's capital which is required for financing short-term or current assets such as marketable securities, debtors and inventories. അതായത് സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള റിക്വയർമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡേ ടു ഡേ എക്സ്പെൻസുകളും കറണ്ട് അസറ്റ്സിലൊക്കെയാണ് അത് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫണ്ട് thus invested in current assets keep revolving fast and are consistently converted into cash, and this cash flow again in exchange for other current assets. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണ് വീണ്ടും നമുക്ക് മറ്റ് കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമായിട്ട് വരുന്നത്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ബിസിനസ്, സീസണൽ ഫാക്ടേഴ്സ്, ക്രെഡിറ്റ് അവൈൽ, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, സെയിൽ ഓഫ് ഓപ്പറേഷൻ, ടെക്നോളജി ആൻഡ് പ്രൊഡക്ഷൻ സൈക്കിൾ, ഓപ്പറേഷൻ എഫിഷ്യൻസി, ഇൻഫ്ലേഷൻ, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ, ക്രെഡിറ്റ് അലൗഡ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. ഇതെല്ലാം തന്നെ എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു 3-4 പോയിൻ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. റെഡിയല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വന്നിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൽ 4 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് എക്സാം മൊത്തം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ എന്നുള്ളത് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 4 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടിരുന്നത് 4 ചോദ്യങ്ങളാണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അങ്ങനെ മൊത്തം 16 മാർക്കാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ നോക്കിയ സമയത്ത് 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ള നോക്കിയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു സെഷനിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ബൈ FW ടൈലർ. 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ FW ടൈലറുടെ സയൻറ്റിഫിക് ടെക്നിക്സ് നമ്മൾ പഠിച്ച സമയത്ത് അതിലുള്ള കാര്യമായിരുന്നു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ മക്കളെ, എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഇൻവോൾവ് സൂപ്പർവിഷൻ ഓഫ് എ വർക്കർ ബൈ സെവറൽ സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ. അതായത് ഒരു എംപ്ലോയീനെ, ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യാൻ അവിടെ എത്ര പേരുണ്ട്? അവിടെ 8 പേരാണ് വരുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ ഇതേപോലെ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മാർക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഫാക്ടറി മാനേജർ, അതിൻ്റെ തൊട്ട് താഴെ 2 പേര് വരുന്നുണ്ട്, പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഈ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 4 പേര് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനറി. ഇങ്ങനെ 4 പേരാണ് ആദ്യത്തെ പ്ലാനിങ് ഇൻചാർജിൽ വരുന്നത്. ഇനി പ്രൊഡക്ഷൻ ഇൻചാർജ് നോക്കുമ്പോൾ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇങ്ങനെ 4 പേരാണ് വരുന്നത്. ഇങ്ങനെ 4 സൂപ്പർവൈസേഴ്സ് ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് നിങ്ങൾ എഴുതേണ്ടിരുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ ഇത് വരയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല മാർക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ചെറിയ രീതിയിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ, ഇനി എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 4 മാർക്ക്. ഡ്രോ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇത് വരയ്ക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ചിത്രം വരയ്ക്കുക, ഈ ഒരു ഡയഗ്രാം വരയ്ക്കലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 മാർക്ക് തന്നെ കിട്ടും. റെഡിയല്ലേ? ഇനി അടുത്തതൊരു മാത്സ് ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് തോന്നി കണ്ടപ്പം. വളരെ എളുപ്പമാണ്. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റോ അത് വരുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
ചേഞ്ച് ഇൻ ലോ എന്ന് പറയുന്നത് ഏതാണ്? ലീഗൽ എൻവിയോൺമെൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ചേഞ്ച് ഇൻ ഐഡിയോളജി ഓഫ് ഗവൺമെൻറ് വരുന്നത് പൊളിറ്റിക്കൽ എൻവിയോൺമെൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ലൈഫ് സ്റ്റൈല് വരുന്നത് ഏതാണ്? സോഷ്യൽ എൻവിയോൺമെൻ്റ് ആണ്. ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എക്കണോമിക് ആണ്. ചേഞ്ച് ഇൻ ലോ വരുന്നത് ലീഗലാണ്. ചേഞ്ച് ഇൻ ഐഡിയോളജി ഇൻ ഗവൺമെൻറ് വരുന്നത് പൊളിറ്റിക്കലാണ്. ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോന്നിനും എ കോളത്തിന് മാച്ച് ആയത് തന്നെ ബി കോളത്തിന് എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വരച്ച് വയ്ക്കാതെ കറക്റ്റായിട്ട് എ കോളത്തിന് മാച്ച് ആയത് ബി കോളത്തിൽ നിന്ന് എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 4 മാർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. റെഡിയല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറാണ് നമ്മളോട് ചോദിക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഏതാണ് ചാപ്റ്റർ വന്നിട്ട്? ചാപ്റ്റർ വരുന്നത് ഓർഗനൈസിങ് ആണ്. ഫങ്ഷണൽ സ്ട്രക്ചർ അറിയാലോ, നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ബേസിലാണ് അത് വരയ്ക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫങ്ഷണൽ സ്ട്രക്ചർ ഈ രീതിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്താണ്? 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡയറക്റ്റിംഗ്. അപ്പോൾ ഡയറക്റ്റിങ്ങിലെ എലമെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് ആദ്യം എടുത്ത് എഴുതുക. ഇതൊക്കെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോന്നും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. സൂപ്പർവിഷൻ്റെ മീനിങ് എന്താണെന്നും അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ മീനിങ് എന്താണെന്നും പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ലീഡർഷിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്താണ്. ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിൻ്റെയും കറക്റ്റായിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ, ജസ്റ്റ് മീനിങ് എഴുതിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു 4 മാർക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെ മീനിങ്. നല്ല രീതിയിൽ നിങ്ങൾ ഓരോന്നിൻ്റെയും എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. 4 മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എഴുതാൻ. അത് നമ്മൾ അവസാനത്തെ ഒരു ഭാഗത്തേക്ക്, അതായത് അവസാനത്തെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് കൺട്രോളിങ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതായത് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കൺട്രോളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഇൻസെപ്പറബിൾ ട്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്ലാനിങ് ഉള്ളതുകൊണ്ട്, പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ടാണ് കൺട്രോളിങ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വിത്തൗട്ട് കൺട്രോളിങ് പ്ലാനിങ് ഈസ് മീനിങ്ലെസ്. അതുപോലെ വിത്തൗട്ട് പ്ലാനിങ് ദർ ഇസ് നോ നീഡ് ഫോർ എ കൺട്രോളിങ്. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ പോയിൻറ്റ്സ് വരാൻ. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്. സിമിലർലി കൺട്രോളിങ് ഈസ് ബ്ലൈൻഡ് വിത്തൗട്ട് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ലല്ലോ. പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ് ചെയ്യാനും സാധിക്കില്ല. ഓക്കെ, അതുപോലെ പ്ലാൻ ഉണ്ടെങ്കിലേ കൺട്രോളിനൊരു ബേസിസ് ഉള്ളൂ. സോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എഴുതി കഴിയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. റെഡി അല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് രണ്ടും കണക്റ്റഡ് ആണ്. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്. സിമിലർലി കൺട്രോളിങ് ഈസ് ബ്ലൈൻഡ് വിത്തൗട്ട് പ്ലാനിങ്. റെഡി അല്ലേ? സോ ഇത്രയായിരുന്നു നമ്മുടെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൽ മൊത്തം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിലൊന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഏതാണ് സ്കിപ്പ് ചെയ്തതെന്ന് പറയുക. മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു 4 മാർക്കിൻ്റെ സെഷൻ എന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാനുള്ളത് 3 ചോദ്യങ്ങളാണ് നിങ്ങളിവിടെ ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം 15 മാർക്കാണ് മക്കളെ നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. 28ാമത്തെ ചോദ്യമായിരുന്നു 5 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ചോദ്യം? വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ്? ലിസ്റ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 1ാമത്തെ ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു മാനേജ്മെൻറ്റ്.
അപ്പോൾ മക്കളെ, എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ എഫക്റ്റീവ്ലി ആൻഡ് എഫീഷ്യൻ്റ്ലി. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായും എഫീഷ്യൻ്റായിട്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് മാനേജ്മെൻറ്റ്. മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുകയാണ്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇത് നിങ്ങൾ വളരെ മനോഹരമായി പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനായിരിക്കും. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് മേരി പാർക്കർ ഫോളറ്റ് ആണ്. മാനേജ്മെൻറ്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു മീനിങ് എഴുതുക, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി എഴുതുക, ഫീച്ചേഴ്സും കൂടി ക്യാരക്ടറിസ്റ്റിക്സും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും നിങ്ങൾ എഴുതുക. ഗോൾ ഓറിയൻറ്റഡ്, പെർവാസീവ്, മൾട്ടി ഡയമെൻഷണൽ, കണ്ടിന്യൂസ് പ്രോസസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഡൈനാമിക് ഫംഗ്ഷൻ, ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. അപ്പോൾ ജസ്റ്റ് പോയിൻ്റ് മാത്രം, ഫീച്ചർ മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി എഴുതിയാലേ നമുക്ക് ആ ഒരു 5 മാർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളിത് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് മക്കളെ ചാപ്റ്റർ നമ്പർ 4 ആണ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സെറ്റിംഗ് അപ്പ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലാനിങ് പ്രിമൈസസ് എന്താണ്, അസംഷൻസ്. ആൻഡ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്, ഫോളോ അപ്പ്. ഇത്രയാണ് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ പോരാ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പ്ലനേഷനും കൂടി എഴുതുമ്പോഴാണ് നമുക്കതിൻ്റെ 5 മാർക്ക് പ്രോപ്പറായിട്ട് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ പ്ലാനിങ് പ്രോസസ്സ് അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. നമുക്ക് 2 ടേം തന്നിട്ടുണ്ട്, അതിൻ്റെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഓട്ടോക്രാറ്റിക് ലീഡറും രണ്ടാമത് ഫോർമൽ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് നോക്കാം. അതൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓട്ടോക്രാറ്റിക് ലീഡർ ഗീവ്സ് ഓർഡേഴ്സ് ആൻഡ് എക്സ്പെക്ട്സ് ഹിസ് സബോർഡിനേറ്റ്സ് ടു ഒബേ ദോസ് ഓർഡേഴ്സ്. ഓർഡർ കൊടുക്കുക, എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അത് ചെയ്തു തരിക, വേറെ ഇങ്ങോട്ടേക്കൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ വിത്ത് ദ സബോർഡിനേറ്റ്സ് ഓൺലി ആക്ടിങ് അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഗിവൺ ബൈ ദ ചീഫ്. ചീഫ് പറയുന്നത് എന്താണോ, ലീഡർ പറയുന്നത് എന്താണോ, മാനേജർ പറയുന്നത് എന്താണോ അത് അനുസരിക്കുക എന്നത് മാത്രമായിരിക്കും അവിടെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ കടമ എന്ന് പറയുന്നത്. ഓക്കെ, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ളൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ചാനൽ ഡിസൈൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്. ദിസ് മേ ബി ഓറൽ ഓർ റിട്ടൺ ബട്ട് ജനറലി റെക്കോർഡഡ് ആൻഡ് ഫയൽഡ് ഇൻ ദ ഓഫീസ്. Form of communication may be further classified into vertical and horizontal. ഒഫീഷ്യൽ ചാൻ ഓഫ് കമാൻഡിലൂടെ മുൻകൂട്ടി തീരുമാനിച്ച രീതിയിൽ വളരെ ഫോർമലായി ഔദ്യോഗികപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 5 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ, ഒന്ന് നേച്ചർ ഓഫ് ബിസിനസ്, ഡിഗ്രി ഓഫ് കൺട്രോൾ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, സൈസ് ഓഫ് കമ്പനി, നീഡ് ഓഫ് ദി ഇൻവെസ്റ്റർ, ടാക്സ് റേറ്റ്സ്. ഇതൊക്കെയാണ് ഒരു നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. റെഡിയല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് 5 മാർക്കിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കാണാം. അപ്പോൾ ഇതുവരെ 1 മാർക്ക് മുതൽ 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.
ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 ക്രിസ്മസ് എക്സാം ബിസിനസ് സ്റ്റഡീസിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അവസാന പാർട്ടാണ് കേട്ടോ ഇത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ 8 മാർക്കിന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ മുഴുവൻ മാർക്ക് കിട്ടുന്ന രീതിയിൽ ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നും വളരെ വ്യക്തമായി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മക്കളെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മോഡലും ആനുവലൊക്കെ നമുക്ക് പൊളിക്കാം. ഓക്കെ, 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായി ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ. നമ്മൾ വരുമെന്ന് അത്രയും ഉറപ്പോടുകൂടി പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു ചോദ്യം പോലും നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഇരുന്നിട്ടില്ല അല്ലേ? അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? എക്സ്പ്ലെയിൻ എനി ഫോർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് സ്റ്റാഫിംഗ് എന്ന 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ പാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്ന എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മക്കളെ നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, employment exchange, placement agencies, campus interview, recommendation from the existing employees, labor contracts, advertising on television, web publishing. ഈ രീതിയിൽ ഒരു 10ഓളം വരുന്ന എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഇവിടെ എത്ര എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്? 4 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 4 എണ്ണം നന്നായിട്ട് എഴുതുക. ചുമ്മാ പോയിൻ്റ് മാത്രം എഴുതിയാൽ പോരാ. എത്ര മാർക്കാണ്? 8 മാർക്കാണ്. അപ്പോൾ ഒരു പോയിൻറ്റിന് 2 മാർക്ക് വെച്ച് 4 പോയിൻറ്റിന് നമുക്ക് 8 മാർക്ക് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു 8 മാർക്കിൻ്റെ 1ാമത്തെ ചോദ്യം. ക്ലിയർ? ഇനി 2ാമത്തെ 8 മാർക്കിൻ്റെ ചോദ്യം എന്തായിരുന്നു? സ്റ്റേറ്റ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഏതാണ് ചാപ്റ്റർ? 7ാമത്തെ ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. അതിൽ മോട്ടിവേഷൻ എന്ന പാർട്ടിൽ നമുക്ക് മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? അപ്പം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇതേപോലെയുള്ള ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. അത് വരച്ചിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ സേഫ്റ്റി നീഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്, പിന്നെ ഈ 3ാമത്തെ നീഡിനെ ബിലോങ്ങിങ് നീഡ്, സോഷ്യൽ നീഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ എസ്റ്റീം നീഡ് അല്ലെങ്കിൽ ഈഗോ നീഡ്, അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഈ രീതിയിൽ നിങ്ങൾ വരച്ചിരിക്കണം. ഇതാണ് പ്രത്യേകിച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. അത് വരച്ചതിന് ശേഷം ഓരോ നീഡ് എന്താണെന്ന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്താണ്, അതിലെന്തൊക്കെയാണ് പറയുന്നത്, ഓരോ നീഡിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ മൊത്തം 8 മാർക്ക് നമ്മളിവിടെ വാങ്ങിച്ചെടുക്കണം. റെഡിയല്ലേ? അപ്പോൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ക്രിസ്മസ് എക്സാമാണ്. നമ്മുടെ മോഡലും ആനുവലൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും കൂടി ആയിക്കോട്ടെ. റെഡിയല്ലേ? അടുത്ത ചോദ്യം എന്തായിരുന്നു? ഈ ഒരു സെഷനിൽ 8 മാർക്കിൻ്റെ സെഷനിലെ അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 6 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്നും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്? ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള പണം, അതായത് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫേർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് പോലെയുള്ള ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കാനുള്ള ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് എന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മക്കളെ? നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ഡൈവേഴ്സിഫിക്കേഷൻ, ടെക്നോളജി ആൻഡ് അപ്ഗ്രഡേഷൻ, ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്, ലെവൽ ഓഫ് കൊളാബറേഷൻ. ഇതൊക്കെ എന്താണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയാൽ മാത്രം പോരാ, പോയിൻ്റ് മാത്രം പോരാ, എന്ത് വേണം? 8 മാർക്കാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനും കൂടി നമ്മൾ എഴുതണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6 ഫാക്ടേഴ്സാണ്. അപ്പോൾ 6 ഫാക്ടേഴ്സിൻ്റെ എക്സ്പ്ലനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഫിക്സഡ് ക്യാപിറ്റൽ എഴുതുന്നതിന് 2 മാർക്കും പിന്നെ ഓരോ ഫാക്ടറും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഓരോ മാർക്ക് വെച്ച്, അങ്ങനെ 2+6 അങ്ങനെയാണ് മൊത്തം നമുക്ക് 8 മാർക്ക് കിട്ടുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഈ ഒരു സെഷന് നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. എനിക്ക് മൊത്തത്തിൽ തോന്നിയത് ഒരു ഈസി പേപ്പറായിട്ടാണ്. നന്നായിട്ട് പഠിച്ച് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ ചെയ്തു പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം A+ എന്ന സ്വപ്നം അത്ര വിദൂരമൊന്നുമല്ല.
അപ്പോൾ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് ബിസിനസ് സ്റ്റഡീസിന് എത്ര മാർക്ക് കിട്ടിയെന്ന് ഈ വീഡിയോസിൻ്റെ ഏതെങ്കിലും ഒരു ആൻസർ കീയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റും കൂടി ചെയ്താൽ എനിക്ക് സന്തോഷമാവും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്